ഞാനെടുത്ത ഈ തീരുമാനം ഗൗതമിനെ എത്രത്തോളം വേദനിപ്പിക്കുമെന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷെ എന്തെങ്കിലും ഒരിക്കൽ ഞാൻ ഈ ചെയ്യുന്നതിലെ ശരി എന്താണെന്ന് ഗൗതമിന് മനസ്സിലാവും. നിധി, എന്ത് തീരുമാനിച്ചു? ജോലി രാജിവെച്ചോ? അല്ലെങ്കിലും എന്റെ വാക്കുകൾക്ക് നീ എന്തിനു വില കൽപ്പിക്കണം? ഞാൻ ആരാ നിന്റെ? ആരുമല്ലല്ലോ. ഗൗതമിന്റെ അമ്മയാണ് ഞാനെന്ന് 4 പേര് കേക്കി പറയാനാവാത്ത എനിക്ക് ഇത്രയൊക്കെ വില തന്നാ മതിയെന്ന് നീയും കരുതി കാണും. അതുകൊണ്ടാണല്ലോ അനുസരണക്കേട് കാണിക്കുന്നത്. ദേവി, ഇത് എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യരുത്. മോളെ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ഗൗതമിനെ തനിച്ചാക്കി നീ പോകരുത് മോളെ. ജീവിതത്തിന് വേണ്ടി എന്ത് ത്യാഗവും നമുക്ക് ചെയ്യാം. പക്ഷെ ജീവിതം തന്നെ അങ്ങ് ത്യാഗം ചെയ്തില്ലാതാക്കരുത്. നിങ്ങളെ വേർപിരിക്കാൻ വേണ്ടി ആ വൃത്തികെട്ട സ്ത്രീ കളിച്ച കളിയാണിതൊക്കെ. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്കില്ലേ? എന്തിനാ അതിൽ ചെന്ന് വീണു കൊടുത്തത്? ഗൗതമിനെ എങ്ങനെയെങ്കിലും നിന്നിൽ നിന്ന് അകറ്റിയെടുക്കണമെന്ന് നേരത്തെ തന്നെ വസുന്ധര പ്ലാൻ ചെയ്തിരുന്നതല്ലേ? ഇപ്പൊ അവസരം നോക്കി അത് സാധിച്ചെടുക്കാൻ നോക്കുകയാണ്. നീ എന്തിനാ അതിന് വഴങ്ങി കൊടുക്കാൻ നിൽക്കുന്നത്? ഒന്നും നിനക്കറിയാത്തതാണോ നിധി? എല്ലാം എനിക്കറിയാം ആന്റി. ഗൗതമിനത് സഹിക്കാൻ പറ്റില്ല എന്നും അറിയാം. പക്ഷെ എന്റെ മുമ്പിലിപ്പോ ഗൗതമിന്റെ ഭാവി മാത്രമാണുള്ളത്. സമ്പത്തും ബിസിനസ്സും വീടും എല്ലാം വിട്ട് ഗൗതം ഈശ്വരമംഗലത്ത് നിന്നിറങ്ങുമ്പോ ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരേ ഒരു വാശിയെ ഗൗതമിനുണ്ടായിരുന്നുള്ളൂ. അത് സ്വന്തം കാലിൽ നിൽക്കണം എന്നതായിരുന്നു. ഒരു വലിയ ബിസിനസ്മാൻ ആകണം എന്നതായിരുന്നു.